ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സബാസിന്റെ ഭാര്യ ചോദ്യം ചെയ്യലിന് ഹാജരായി. കോട്ടയത്തെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഹാജരായത്. അതേസമയം സബാസിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സംഘം ആലപ്പുഴയിലെത്തി. ഇന്ന് ഉച്ചയോടെ ഭൂഗർഭ പരിശോധന റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തും. തിരോധാന കേസുകളിൽ നിർണായകമായ DNA പരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും. ടോബി ജോൺസൺ, ഷഫീദ് റാവുത്തർ എന്നിവർ ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ഷഫീദിലേക്ക് പോകുന്നു. ഷഫീദ്, ഇന്ന് കിട്ടാൻ പോകുന്ന DNA പരിശോധനാ ഫലം അല്ലെങ്കിൽ കിട്ടിയേക്കാവുന്ന അത് ഉറപ്പില്ല എങ്കിൽ കൂടിയും അത് ഏറെ നിർണായകമാണ്. അത് ജയനമ്മയുടേതല്ല, നമ്മൾ സംശയിക്കുന്ന തിരോധാന കേസുകളിൽ ആരെങ്കിലും ഒരാളുടേത് ആണ് എന്ന ഒരു ക്രോസ് മാച്ച് ഉണ്ടാവണം ഇന്ന്. ഷഫീദ്, ഹഷ്മി, സ്വാഭാവികമായും കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ സബാസ്റ്റിനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് ഇന്നത് 5 ദിവസം കഴിയുകയാണ്. നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ സബാസ്റ്റിൻ ഏതെങ്കിലും തരത്തിൽ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് മാത്രവുമല്ല, അന്വേഷണത്തോട് പൂർണ്ണമായും നിസ്സഹകരണവും മൗനവും ചിരിയും മാത്രമാണ് സബാസ്റ്റിനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിൽക്കുന്ന പള്ളിപ്പുറത്തെ ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2.5 ഏക്കർ വരുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള ഏക ലീഡ് ആ അസ്ഥികഷ്ണങ്ങളാണ്. അതിന്റെ DNA പരിശോധനാ ഫലം ലഭിച്ച അതിൽ ഏതെങ്കിലും ഒന്ന് 2006 മുതൽ 2024 വരെയുള്ള കാലയളവിൽ തിരോധാനം അല്ലെങ്കിൽ കാണാതായിട്ടുള്ള 3 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. നമുക്കറിയാം, ജൈനമ്മയുണ്ട്, ബിന്ദു പത്മനാഭനുണ്ട്, അതേപോലെ തന്നെ ഐഷയുണ്ട്. ഈ 3 പേരുടെ ആരുടെയെങ്കിലും ആണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അത് ഈ കേസിനെ സംബന്ധിച്ച്, ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഈ പള്ളിപ്പുറത്തെ വീട്ടിൽ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത് വീണ്ടും ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിനെ അവിടെ ഓഫീസിലെത്തിച്ച് അവരുടെ ഓഫീസിലേക്ക് എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളാണ് നടത്തിയിരുന്നത്. പക്ഷേ അവിടെയും റിസൾട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്, ഭൂഗർഭ പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്, ചേർത്തല പോലീസുണ്ട്, ഫോറൻസിക് സംഘവുമുണ്ട്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരോധാന കേസുകളിലെ മുഴുവൻ അന്വേഷണ സംഘത്തിന്റെയും പ്രതികൾ നിലവിൽ ഇപ്പോൾ ഈ പള്ളിപ്പുറത്തെ വീട്ടിലുണ്ട്. മാത്രമല്ല, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമതാണ് എർത്ത് സയൻസ് അവിടെ വരുന്നത്. അത്രത്തോളം പ്രധാനമാണ് പരിശോധന. അതുകൊണ്ടാണ് ഞാൻ ടോബിയിലേക്ക് വന്നത്. ടോബി, ഇപ്പോൾ ഭാര്യയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഭാര്യയ്ക്കൊപ്പം ഭാര്യ പറയുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് എന്നൊക്കെ നമ്മളോട് ഇന്നലെ പറഞ്ഞിരുന്നു. ഭാര്യയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന്റെ ഉദ്ദേശം എന്താണ്? ഇതുവരെ അത്തരത്തിൽ പുച്ഛം മാത്രം വാരി വിതറി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എന്താണ് പഠിച്ച കള്ളൻ എന്ന് അല്ലെങ്കിൽ പഠിച്ച ക്രിമിനൽ എന്ന് സംശയിക്കുന്ന അയാളെ ക്രാക്ക് ചെയ്യുക എന്നാണ് പോലീസിന്റെ ഉദ്ദേശം. ഹോബി, തീർച്ചയായിട്ടും ഹാഷ്മി, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 6 ദിവസത്തിലധികമായി ഈ വ്യക്തിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഈ കൺഫസ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ SP യും അതുപോലെ തന്നെ ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ SP യും മാറി മാറി ചോദ്യം ചെയ്തിട്ടും യാതൊന്നും ലഭിക്കുന്നില്ല. ഈ ജൈനമ്മയുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ഈ അസ്ഥികൂടങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതുകൊണ്ടാണ് ആദ്യം മൊഴിയെടുത്ത ഈ സെബാസ്റ്റിന്റെ ഭാര്യയെ വീണ്ടും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള മൊഴിയെടുക്കുന്നത്. അതിനുള്ള ഒരു കാരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റിൽ നിന്ന് ലഭിച്ച ചില കാര്യങ്ങളുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാര്യയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ എന്തെങ്കിലും ഒരു വാതിൽ ഓപ്പൺ ചെയ്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. അടുത്ത ദിവസം തന്നെ കോടതിയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കൂടുതൽ സമയം ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. കാരണം എങ്ങുമെങ്ങും എത്താത്തൊരവസ്ഥയാണ് ഈ കേസുള്ളത്. DNA പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകാൻ, അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരുടേതാണ് ഈ അസ്ഥികൂടങ്ങൾ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതൊരു തിരോധാന കേസ് മാത്രമായി നിലനിൽക്കും. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യവും ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.